Good morning, my dears. Next topic is inventory management. Inventory management is also called as stock management. Then material requisition planning ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. In modern competitive world, the major problem and the primary responsibility of an organization is to optimize the use of resources. The survival and growth of a business organization is highly essential that all the efforts are made to minimize and control the total cost to achieve higher operational efficiency and profitability of an organization. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സർവൈവലിനും അതുപോലെ തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിനും നിലനിൽപ്പിനും എന്താവശ്യമാണ്? ശരിയായിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സസ് യൂട്ടിലൈസേഷൻ അനിവാര്യമാണ്. ദ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ദാറ്റ് ഓൾ ദ എഫർട്ട് ആർ മെയ്ഡ് ടു മിനിമൈസ് ആൻഡ് കൺട്രോൾ ദ ടോട്ടൽ കോസ്റ്റ് to achieve higher operational efficiency and profitability of an organization. ഇനി ഇൻവെൻറ്ററീസിലെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്? അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ഇൻവെൻറ്ററി? ഇൻവെൻറ്ററീസ് ആർ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ദാറ്റ് ദ ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരീസ് ഐദർ ഫോർ സെയിൽ ഓർ പ്രൊവൈഡ് ഇൻപുട്ട് ഓർ സപ്ലൈസ് ടു ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് നമ്മളവിടെ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററീസ് ആർ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ദ ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരീസ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസോ അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടോ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ക്യാരി ചെയ്യുന്ന ഒന്നാണ് ഇത് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസ് ആർ മെറ്റീരിയൽസ്. ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആയിരിക്കാം. ദാറ്റ് ഈസ് സപ്ലൈസ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻസ് ഓൾ ബിസിനസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിക്വയർ ഇൻവെൻറ്ററീസ്. ഓഫൺ ദേ ആർ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ടോട്ടൽ അസറ്റ്. ശരിക്കും നമ്മുടെ ടോട്ടൽ അസറ്റ് കോളത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് അവിടെ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഇൻവെൻറ്ററീസ് സ്റ്റോക്ക് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദെൻ inventory management is responsible for planning and controlling inventory from the raw material stage to the കൺസ്റ്റമർ ആൻഡ് പ്രോഡക്റ്റ്. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഇൻവെൻറ്ററി ഫ്രോം ദ റോ മെറ്റീരിയൽ സ്റ്റേജ് ടു ദ കസ്റ്റമർ ആൻഡ് പ്രോഡക്റ്റ്. Since inventory either result from production or support to cannot be managed separately. നമുക്ക് ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇൻവെൻറ്ററീസ് റോ മെറ്റീരിയൽസ് ആവാം, അതല്ലെങ്കിൽ ചില ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിൽക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം, ഇൻവെൻറ്ററീസിനെ കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വേർഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ്സ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു എഫിഷ്യൻ്റ്ലി മാനേജ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ. അവിടെ നമുക്കറിയാം എപ്പോഴും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു ഏരിയയാണ് ഈ ഇൻവെൻറ്ററീസിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്റ്റോക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു എഫിഷ്യൻ്റ്ലി മാനേജ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് പീപ്പിൾ ആൻഡ് എക്യുപ്മെൻറ്റ്, കോർഡിനേറ്റ് ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് and communicate with the customers. Inventory management does not make decisions or manage operations. They provide the information to managers who make more accurate and timely decisions to manage their operations. അപ്പം inventory management is a system. Inventory management is a system provides informations to efficiently manage the flow of material, effectively utilize people and equipment, coordinate internal activities and communicate with the customers. Inventory management does not make decisions or manage operations. Inventory management does not make decisions or manage operations. They provide information to the managers who make more accurate and timely decisions to manage their operation. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി സിസ്റ്റമാണ്. ഇറ്റ് പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റിന് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഇൻവെൻറ്ററി.
Then inventory is the stock of any item or resources used in an organization. Inventory is defined as blocked working capital of an organization in the form of material. Then അവിടെ നമുക്ക് ആ ഡെഫിനിഷൻ മറക്കാതെ എഴുതിയിരിക്കാം. What is meant by inventory? Inventory is defined as Inventory is defined as blocked working capital. It is blocked working capital. Inventory is a blocked working capital. Inventory is a blocked working capital of an organization. Of an organization in the form of material. In the form of material. Then what is meant by inventory? Inventory is defined as blocked working capital. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ ഇത് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ ഇൻവെൻട്രി ഈസ് ഡിഫൈൻഡ് ആസ് ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ ഫോമിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഈസ് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഓർ റിസോഴ്സസ് യൂസ്ഡ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഇൻവെൻട്രി ഈസ് ഡിഫൈൻഡ് ആസ് ദ ബ്ലോക്ക്ഡ് വർക്കിംഗ് capital of an organization in the form of materials. This inventory is maintained to take care of fluctuations in demand and lead time. Inventory is the physical stock of item that a business or production organization keeps on hand for efficient running of affairs or its production. Manufacturing inventory generally refers to items that contribute or become part of firm's output. നമ്മുടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ സ്റ്റോക്ക് ഓഫ് ഐറ്റം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഇൻവെൻട്രി. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഫിക്സഡ് അസറ്റ് സൈഡിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അവിടെ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഇൻവെൻട്രി ജനറലി റെഫേഴ്സ് ടു ഐറ്റം ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ബിക്കം എ പാർട്ട് ഓഫ് ഫേംസ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട്. അതായത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നതും അവിടെ ഇൻവെൻട്രി ആയിരിക്കും. Manufacturing inventory is typically classified into raw materials, finished product, component parts, supplied and work in progress. In service sectors, inventory generally refers to tangible goods to be sold and the supplies necessary to administer the services. Next one is, as the name suggests, scientific management. Unlike the practice of buy whatever you need when എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എപ്പോഴാണ് വേണ്ടതെന്ന് പറയുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് അവിടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഈ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഇൻവെൻട്രി ആസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനൊരു വേറൊരു തലം കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഇത് ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ ഫിനാൻസ് ഇൻവെൻട്രിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. സോ ഇൻവെൻട്രി ഡിഫൈൻഡ് ആസ് ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ രൂപത്തിലോ സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയൊക്കെ രൂപത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെൻറ്ററി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്? വാട്ട് ആർ ദി functions of inventory management? That is material planning, material controlling, material resource planning, stock control, storekeeping, purchasing, vendor development, make or buying decision, other technological analysis, project like classification, codification and ABC analysis. ഒരുപാട് ഫങ്ഷൻസ് ഇതിലുണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻസ് ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുക, അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. കാരണം കൂടുതൽ പൈസയും നമുക്ക് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അവിടെ നമുക്ക് ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമുക്ക് ഒരു ഓവർ സ്റ്റോക്കോ അണ്ടർ സ്റ്റോക്കോ ഉണ്ടാവാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ഓവർ സ്റ്റോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും, പ്രോഫിറ്റ് കുറയാനായിട്ട് കാരണമാവും, അല്ലെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാവും. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനോ
ആയിട്ട് കാരണമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് ഒരു അപ്രോച്ചോട് കൂടിയിട്ട് നമ്മൾ ഇൻവെൻറ്ററിയെ കാണേണ്ടതുണ്ട്. ഇനി ഇൻവെൻറ്ററി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന വളരെ ഫങ്ഷൻസ് ഇൻവോൾവ് ഇൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ പ്ലാനിങ്. എന്താണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് മെറ്റീരിയൽ പ്ലാനിങ്. Second one is material controlling. Material planning, material controlling, material resource planning, stock control, storekeeping, purchasing, vendor development, make or buy decision, etc. അപ്പോൾ ഇതിൽ ഓരോ ഫങ്ഷൻസും വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതായത് മെറ്റീരിയൽ പ്ലാനിങ്, അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽ റിക്വസിഷൻ പ്ലാനിങ്. which product is needed, when it is needed, how is it needed എന്നൊക്കെ പറയാം. എപ്പോഴാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സ്. മെറ്റീരിയൽ പ്ലാനിങ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് മെറ്റീരിയൽ പ്ലാനിങ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്താ? മെറ്റീരിയൽ പ്ലാനിങ്. പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറഞ്ഞ മെറ്റീരിയൽ കൺട്രോളിങ്. ഈ മെറ്റീരിയൽ കൺട്രോളിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഓർഡറിങ് ലെവൽസ് എല്ലാം നമ്മൾ സ്റ്റോക്ക് ലെവൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്തിരിക്കണം. അതായത് മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. വേസ്റ്റ് റെഡ്യൂസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വൺ പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിങ്. അപ്പോൾ ആദ്യം മെറ്റീരിയൽ പ്ലാനിങ്, സെക്കൻഡ് വൺ പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിങ്, ആൻഡ് തേർഡ് പോയിൻ്റ് ഈസ് മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്. മെറ്റീരിയൽസിൻ്റെ റിസോഴ്സസ് പ്ലാനിങ് എന്നുള്ളതാണ് മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോളിൽ എന്താ പറയുക? ദെൻ സ്റ്റോക്ക്, അതായത് ഇൻവെൻറ്ററി കൺട്രോൾ എന്നാണ് അവിടെ. മെറ്റീരിയൽ കൺട്രോൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് കൺട്രോൾ. സ്റ്റോർ കീപ്പിംഗ്, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെയർഹൗസ് ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോർ കീപ്പിംഗ് ഫെസിലിറ്റീസ്, സ്റ്റോർ കീപ്പേഴ്സിൻ്റെ ഡ്യൂട്ടി, സ്റ്റോർ കീപ്പിങ്ങിന് ദെൻ ഏതൊക്കെ ലെവലിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ വ്യക്തമായിട്ട് ദെൻ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദെൻ അവിടെ സ്റ്റോർ കീപ്പിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പർച്ചേസിങ് ദ ആഡിക്വേറ്റ് റോ മെറ്റീരിയൽസ്. പിന്നെ ചെയ്യാവുന്നത്, അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി റീഓർഡർ ലെവൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ അവിടെ പർച്ചേസിങ് എന്ന് പറയുന്ന പ്രോസസ്സും ഏതിൽ ഉൾപ്പെട്ടുള്ളതാണ്? ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലെ ഉൾപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദി ഫങ്ഷനാണ് ഇത്. ദറ്റ് ഈസ് പർച്ചേസിങ്. അപ്പോൾ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെൻഡർ ഡെവലപ്മെൻറ്റ്. വെൻഡർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സപ്ലയേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റ്ലി ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക. അവരുമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമുക്ക് അനുവദിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, വെൻഡർ ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലൂടെ വെൻഡേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഫങ്ഷനും ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻസിൽ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. മെറ്റീരിയൽ പ്ലാനിങ്, മെറ്റീരിയൽ കൺട്രോളിങ്, ദെൻ മെറ്റീരിയൽ റിസോഴ്സസ് പ്ലാനിങ്, ദെൻ സ്റ്റോക്ക് കൺട്രോൾ, store keeping. Then next one is purchasing, then vendor development. Development എന്ന് പറയുമ്പോൾ സപ്ലയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ദെൻ മേക്ക് ഓർ ബൈ ഡിസിഷൻ. റോ മെറ്റീരിയൽസിൽ തന്നെ ചില പാർട്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണോ? മേക്ക് ഓർ ബൈ ഡിസിഷൻ ഏതായിരിക്കും നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വരിക എന്നുള്ളത് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിവിധ തരത്തിലുള്ള ടെക്നിക്സുകൾ, സയൻറ്റിഫിക് ടെക്നിക്സുകൾ നമ്മളതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എന്നുള്ളതിൽ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിനുള്ള മേക്ക് ഓർ ബൈ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഇത് കൂടാതെ തന്നെ അതർ ടെക്നോളജിക്കൽ അനാലിസിസ്, ഇത് കൂടാതെ ഒത്തിരി ടെക്നോളജിക്കൽ അനാലിസിസ് ഉണ്ട്. അതർ ടെക്നോളജിക്കൽ അനാലിസിസ് ആൻഡ് പ്രോജക്റ്റ് ലൈക്ക് ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് ABC അനാലിസിസ്. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് ABC അനാലിസിസ്. അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ വളരെ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? മെറ്റീരിയൽ പ്ലാനിങ്, മെറ്റീരിയൽ കൺട്രോളിങ്, മെറ്റീരിയൽ റിസോഴ്സസ് പ്ലാനിങ്, സ്റ്റോക്ക് കൺട്രോൾ, സ്റ്റോർ കീപ്പിംഗ്, പർച്ചേസിങ്, വെൻഡർ ഡെവലപ്മെൻറ്റ്,
make or buy decision. Other technological analysis, that is project like classification, codification and ABC analysis. The inventory management system and the inventory control process provides information to efficiently manage the flow of materials, effectively utilize people and equipment, coordinate internal activities, and communicate with the customers. Inventory management and the activities of inventory control do not make decisions or manage operations. They provide the information to managers who make more accurate and timely decisions to manage their operations. And then next topic of inventory management functions. Inventory management functions material planning, material controlling, material resource planning, stock control, storekeeping, purchasing, vendor development, make or buy decision, other technological analysis and project like classification, codification and ABC analysis. Then next one is inventory control activities. The basic building block of the inventory management system and inventory controlling activities are, first one is inventory controlling activities are, inventory controlling activities, then sales forecasting, sales and operational planning, production planning, material requirement planning and inventory reduction So inventory controlling activities ഏതാണ് നോക്കാം. Inventory controlling activities. Inventory controlling activities first one is sales forecasting. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കുന്ന സെയിൽസ് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ ഇൻവെൻട്രി കൺട്രോളിങ് ആക്ടിവിറ്റീസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിങ് ആക്ടിവിറ്റീസ്, നമുക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, റിഡ്യൂസ് വേസ്റ്റേജ്, കോസ്റ്റ് റിഡക്ഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അല്ലേ. ഇൻവെൻട്രിയിൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഡിമാൻഡ് എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ ഇൻവെൻട്രി കൺട്രോളിങ് ആക്ടിവിറ്റീസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ദെൻ കൺട്രോളിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഓർ ഡിമാൻഡ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് ഈസ് സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിങ്. സെക്കൻഡ് പോയിൻ്റ് സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിങ്. Sales and operations planning. Sales and operations planning. And third one is production planning. Then material requirement planning. And last one is inventory reduction. These are the important points noted in inventory control activities. Inventory control ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് എന്ന് പറയുന്നത് സെയിൽസ് ഫോർകാസ്റ്റിംഗ്, സെയിൽസ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിംഗ്, ഇൻവെൻറ്ററി റിഡക്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നമ്മൾ ഇൻവെൻട്രി കൺട്രോളിങ് ആക്ടിവിറ്റീസ് കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഹെഡിങ് ഒപ്പോസിങ് വ്യൂസ് ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയെ കുറിച്ചിട്ടുള്ള ഒപ്പോസിങ് വ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആർ ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ലെവൽ ഓഫ് കസ്റ്റമർ സർവീസസ് ആൻഡ് റിഡ്യൂസ് ദ സം ഓഫ് ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ്. To achieve these objectives, two basic questions must be answered. That is, how much should be ordered at one time. ഒരു സമയത്ത് നമ്മൾ ഹൗ മച്ച്, എത്രമാത്രം നമ്മൾ ഓർഡർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വെൻ ഷുഡ് ആൻ ഓർഡർ ടു ബി പ്ലേസ്ഡ്, എപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണമെന്നും അത് എപ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടതും എന്ന് പറയുന്ന ഈ രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്.
Management must establish decision rules to answer these questions. So, inventory management personnel know when to order and how much. Lacking any better knowledge, decision rules are often made based on what seems reasonable. Unfortunately, such rules do not always produce the best result. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് മെനി കമ്പനീസ് സ്ട്രഗിൾ വിത്ത് ദ സബ്ജക്റ്റ് ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ദാറ്റ് കോൺസ്റ്റൻ്റ്ലി നീഡ് ടു ബി മോണിറ്റേഡ് ടു എൻഷുർ ദാറ്റ് മാനേജേഴ്സ് ആർ മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ ഫോർ ദി ബിസിനസ്. ഹിയർ ദ ആർഗ്യുമെൻറ്റ്സ് ടു കൺസിഡർ ഇൻ ഫേവർ ഓഫ് മെയിൻ്റെനൻസ്. അതായത് എത്രമാത്രം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിനുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് ഫേവറബിൾ പോയിൻറ്റ്സ് കൂടെ ഇതിന് കൺസിഡർ ചെയ്യാനുണ്ട്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റിന് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ മെയിൻ that is importance of inventory management or advantages of inventory management. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഒപ്പോസിങ് എന്ന് പറയുന്നതിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസും ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഓൺ ടൈം, ദെൻ സെക്കൻഡ് വൺ മീറ്റിംഗ് ഡിമാൻഡ്, then next one is cost saving, third one is cost saving, then fourth point is advantage of price discount, advantages of price discount, hedging against price increase, hedge against. അപ്പോൾ then അവിടെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഓൺ ടൈം, മീറ്റിംഗ് ഡിമാൻഡ്, കോസ്റ്റ് സേവിങ്, അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈസ് ഡിസ്കൗണ്ട്, then hedging against price increase, uninterrupted production, adequate stock, etc. then what are the advantages of inventory management? ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഓൺ ടൈം. ദെൻ ഫോർ സം കമ്പനീസ് the lead time for the order to deliver crucial. If the items of stock are kept as required, they can ensure the availability of stock and undertake production promptly. ശരി, ഓൺ ടൈമിൽ തന്നെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഓൺ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ടൈം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മീറ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. Business people know that consumers expect goods and services when they need them. Thus, business usually stock up their inventories to meet customers' demand. ശരിക്കും സെക്കൻഡ് പോയിന്റിൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ തേർഡ് പോയിന്റ് ഈസ് കോസ്റ്റ് സേവിങ്. ത്രൂ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് വി ക്യാൻ റിഡ്യൂസ് ദ കോസ്റ്റ് കുറച്ചുകൊണ്ട്, അതായത് എല്ലാ ഡിസ്കൗണ്ടുകളുള്ള സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടുകളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചീപ്പസ്റ്റ് കോസ്റ്റിൽ നമുക്ക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ കോസ്റ്റ് സേവിങ്സ് for companies that have sufficient space to store inventory can buy and hold inventory at a reduced cost. Besides, there will be no unnecessary wastage and inventory by overstocking, and there is no shortage as well. All these bring significant savings. അത് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. The next one is advantages of price discount. പ്രൈസ് ഡിസ്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ when a company purchase goods from the manufacturers and suppliers, they usually get price discount if they buy in larger quantities. Manufacturers and suppliers give this discount to attract and maintain regular buyers. Taking advantages of price discount is helpful at a time, but one must always remember not to overstock the inventory, but inefficient buying may cause failure of the business. അവിടെ ഇന്നെഫിഷ്യൻറ്റ് ബൈയിങ്,
അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഇൻഎഫിഷ്യൻറ്റ് ബൈയിങ്, ഇഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഏറ്റവും വില കൂടിയിരിക്കുന്ന സമയത്ത് കൂടുതൽ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ടിൻ്റെ എല്ലാം അഡ്വാൻറ്റേജസ് അവൈലബിൾ ആവാനായിട്ട്, അത് ലഭ്യമാവാനായിട്ട് സാധിക്കുന്നു. ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് പ്രൈസ് ഇൻക്രീസ്, പ്രൈസ് കൂടി വന്നാലും അതിനെ ഹെഡ്ജ് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കാരണം ഉയർന്ന നിരക്കിൽ വാങ്ങിക്കാതെ തന്നെ അത് മുൻപ് തന്നെ അത് സ്റ്റോക്ക് ചെയ്യുകയോ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് ഹെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫേംസ് യൂഷ്വലി ഹോൾഡ് ഇൻവെൻട്രി ടു അവോയ്ഡ് ഫ്രം ദ എവർ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസിൻ്റെ മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം സിറ്റുവേഷൻസിൽ ഫേംസ് യൂഷ്വലി ഹോൾഡ് ഇൻവെൻട്രി ടു അവോയ്ഡ് ഫ്രം ദ എവർ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെൻട്രീസ്. Thus, by having efficient and good inventory system, business can control their inventory cost. അത് ഇൻവെൻട്രി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവും. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ അതർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലോക്കും ഇല്ലാതെ, ഒരു രീതിയിലും തടസ്സമില്ലാതെ വളരെ സ്മൂത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ, ദ സിസ്റ്റം മേക്സ് ഷുവർ ദാറ്റ് ദർ ഈസ് നോ ഇൻറ്ററപ്ഷൻ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ, റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻവെൻട്രീസ് estimated and maintained in all times within the organization, and adequate quantity of stock maintains which leads to smooth production procedure. ഇതാണ് നമ്മൾ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Then next one is optimization of inventory. Optimization of inventory. ഇവിടെ with the use of an inventory management system, the stock can easily regulate and optimize. This system helps in facilitating the business with scheduling the production. It helps in avoiding a shortage of materials and also helps in avoiding the duplicate ordering. Optimization of inventory, അതായത് ആവർത്തിച്ച് സ്റ്റോക്ക് ചെയ്യാതെ നമുക്ക് അവിടെ ഒരു ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിനിമൈസേഷൻ ഓഫ് ലോസസ്, നഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ഇൻ ദ കേസ് ഓഫ് ഒബ്സോളസൻസ്, കാലഹരണപ്പെട്ട ഡാമേജ് ഓർ ഡിറ്റീരിയോറേഷൻ, ദ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഹാവ്സ് എ ഗ്രേറ്റ് ഡീൽ ഇൻ മിനിമൈസിംഗ് ദ ലോസ് ആസ് ദ സ്റ്റോക്ക് വിച്ച് മെയിൻറ്റെയിൻ ദ സ്റ്റോർസ് ഇൻ അക്കോർഡിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ട്രെൻഡ്. അതായത് മിനിമൈസ് ലോസസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പ്രോഡക്റ്റുകളും റോ മെറ്റീരിയൽസൊക്കെ വാങ്ങി അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ നാശമായിട്ടുള്ള ഡാമേജ് ഒക്കെ ആയിട്ട് നമുക്ക് വളരെ വലിയൊരു നഷ്ടം സംഭവിക്കും. ഇവിടെ ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് നമുക്കൊരിക്കലും എന്ത് വരുന്നില്ല, ഇത്തരത്തിലുള്ളൊരു വലിയ നഷ്ടമില്ലാതെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then അവിടെ in the case of obsolescence, damage or deterioration, the inventory management system helps in dealing minimizing the losses. അത്തരത്തിൽ വരുന്ന സ്റ്റോക്കുകളെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. which maintain in the stores according to the requirement of the trend. അവിടെ നമുക്ക് ആ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ട്രെൻഡിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒബ്സോളസൻസ് ഒക്കെ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ഇൻസൈറ്റ് ടു ട്രെൻഡ്. With the use of inventory management system, the user can easily get an insight of the current trend. It can easily track where products are stocked, the suppliers of the product, and the timing for which they store. All these types helps in analyzing such data and controlling the inventory levels, which in turn leads to maximize the usage of the warehouse space. warehouse അപ്പോൾ ഒരു 10 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 6-7 പോയിന്റ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് കൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്? ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ നമുക്കത് കൊടുക്കാനായിട്ട് ഓൺ ടൈം എന്ന് പറയുന്നത് ഓൺ ടൈം. Then second one is meeting demand. On time, and the second one is meeting time. Then on time, then meeting demand. Demand meet ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then third one is cost saving. Cost save ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Advantages of price discount. Price discountൻ്റെ ബെനിഫിറ്റ് അവൈലബിൾ ആവുന്നു. ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് പ്രൈസ് ഇൻക്രീസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ.
അതായത് ഒട്ടും പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യാതെ വളരെ സ്മൂത്തായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആഡിക്വേറ്റ് സ്റ്റോക്ക്, പ്രോപ്പർ സ്റ്റോക്ക്, മെയിൻറ്റെയിൻ ദ ആഡിക്വേറ്റ് സ്റ്റോക്ക്, പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്, ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇൻവെൻറ്ററി ഒപ്റ്റിമം ലെവൽ ഇൻവെൻറ്ററി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിനിമൈസേഷൻ ഓഫ് ലോസസ്, നഷ്ടം ലഘൂകരിക്കുന്നു. ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു ട്രെൻഡ്, അവിടെ എന്ത് ചെയ്യണു, പുതിയ ട്രെൻഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇൻസൈറ്റ് ടു ട്രെൻഡ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. എന്നിരുന്നാലും ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിലുണ്ടെങ്കിൽ കൂടെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന് നമ്മളവിടെ എന്താ പറയുക, ഡീമെറിറ്റ്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. First one is costly. One of the disadvantages is costly. That is, the expenses incurred for maintaining inventory may quickly go up. Rent, insurance, equipment, labor, shrinkage and the value of the stored goods themselves. The cost maintaining inventory can amount to be third of the value of the product. Even though inventory management system is beneficial in many aspects, this management software is available in the market at a high cost. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിൻ ഇൻവെൻറ്ററി മേ ക്വിക്ക്ലി ഗോ അപ്പ്. ദെൻ ഇത്തരത്തിലുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്സ് കോസ്റ്റ് കൂടാനായിട്ട് കാരണമാവുന്നുണ്ട്. റെൻറ്റ്, ഇൻഷുറൻസ്, എക്യുപ്മെൻറ്റ്, ലേബർ എക്സെട്ര. Even though inventory management system is beneficial in many aspects, this management software is available in the market at high cost. Then second point is stock control. To effectively manage inventory, high-tech computerized system must be installed and maintained. The staff must be trained to use it properly. പിന്നെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് കൂടുമെന്ന് പറയുന്നില്ല. സ്റ്റോക്ക് കൺട്രോളിന് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നിക്സ് നമുക്ക് ആവശ്യമാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺ കൂടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ high-tech computerized system must be installed and maintained. The staff must be trained to use it properly. Then additional space. തേർഡ് വൺ പറയുന്നത് അഡീഷണൽ സ്പേസ്. അഡീഷണൽ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻറ്റെയിനിങ് ഇൻവെൻറ്ററി റിക്വയേഴ്സ് ദ സ്പേസ് ഇൻ വിച്ച് ദ ഇൻവെൻറ്ററി ക്യാൻ ബി പ്രോപ്പർലി മാനേജ്ഡ്. യൂഷ്വലി ദിസ് മീൻസ് എ വെയർഹൗസ് വിത്ത് adequate loading and unloading facilities and racking for efficient storage. For some product, care must also be taken to control temperature and humidity for the warehouse to maintain the product in optimum condition. അവിടെ ശരിയായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അഡീഷണൽ സ്പേസ് കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മാത്രമല്ല കോംപ്ലിസിറ്റി. And then although the use of an inventory management system makes handling the inventory quite easy, then learning how to operate is a difficult task. Special training sessions and manuals should be followed in order to successfully operate the system. Then fifth point is limited elimination of business risk. അതായത് നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റഡ് എലിമിനേഷൻ ഓഫ് ബിസിനസ് റിസ്ക്. ഓൾദോ ദ മാനേജ്മെൻറ്റ് സിസ്റ്റം ഹെൽപ്സ് ദ ബിസിനസ് ഇൻ എലിമിനേറ്റിംഗ് മെനി കൈൻഡ്സ് ഓഫ് റിസ്ക്, ഈവൻ ആഫ്റ്റർ യൂസിംഗ് ദ സിസ്റ്റം ദ ബിസിനസ് ഈസ് ഓപ്പൺ ടു മെനി അതർ റിസ്ക്. Hence, this system in use may kind of risk restricted to fail to make the entire process in period. അപ്പോൾ ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ദറ്റ് ഈസ് എന്തൊക്കെയാണ് പറഞ്ഞാൽ കോസ്റ്റ്ലി, stock control, additional space, complexity, limited elimination of business risk. After considering the pros and cons of the inventory management system, it is always advisable to install the software in the organization as it is finally leads to many benefits. Although there are few disadvantages associated with the benefit tend to be more in number. നമുക്ക് പറയാനുള്ളത് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് അഡ്വാൻറ്റേജസിനോടൊപ്പം തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടെ ഓൾദോ എന്നിരുന്നാലും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡിമെറിറ്റിനേക്കാളും കൂടുതലാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ തിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഇൻവെൻറ്ററി?
ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതർ ഡെഫിനിഷനിലെ ഇൻവെൻട്രി ഈസ് ഡിഫൈൻഡ് ആസ് ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഇൻവെൻട്രി? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിംഗ്, സ്റ്റോക്ക് കൺട്രോൾ, സ്റ്റോർ കീപ്പിംഗ്, പർച്ചേസിംഗ്, വെൻഡർ ഡെവലപ്മെൻറ്റ്, മേക്ക് ഓർ ബൈങ് ഡിസിഷൻ. Then next one is what are the inventory controlling activities? Sales forecasting, sales and operating planning, production planning, MRP and inventory reduction techniques. Then what are the next, what are the advantages and what are the disadvantages of inventory management? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എല്ലാവരും വൃത്തിയായിട്ട് വായിക്കുക, മനസ്സിലാക്കാം. താങ്ക് യു ആൾ.